രാജ്യത്തെ മൊബൈൽ ഫോൺ നിരക്കുകൾ കുത്തനെ ഉയർന്നേക്കും. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവരാണ് നിരക്ക് കൂട്ടാൻ ഒരുങ്ങുന്നത്. അടുത്ത 4 മാസത്തിനുള്ളിൽ വർധനവ് പ്രകടമാകും. ഇതെങ്ങോട്ട ഈ പോക്ക? ഫോൺ ബില്ലുകൾ കണ്ട് ഞെട്ടാൻ തയ്യാറായിക്കോളൂ. ഇനി പോക്കറ്റ് കാലിയാകും, അത് ഉറപ്പാണ്. മൊബൈൽ റീചാർജ് നിരക്കുകൾ കുത്തനെ കൂട്ടാൻ കമ്പനികൾ മത്സരിച്ച് രംഗത്തുണ്ട്. അതെ, രാജ്യത്തെ മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് വലിയ തിരിച്ചടി നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. റീചാർജ് നിരക്കുകൾ വീണ്ടും കുത്തനെ ഉയരുന്നു. അതിനായി ഇനി ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ കൂടുതൽ പണവും നൽകേണ്ടി വരും. രാജ്യത്തെ ടെലികോം കമ്പനികളാണ് നിർണായക മാറ്റത്തിന് ഒരുങ്ങുന്നത്. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവരാണ് നിരക്ക് കൂട്ടാൻ ഒരുങ്ങുന്നത്. പരമാവധി 15% വർധനവാണ് രേഖപ്പെടുത്തുക. അതായത് നിലവിൽ 349 രൂപയാണ് 28 ദിവസത്തെ പ്ലാനിന് നൽകുന്നത്. എന്നാൽ ഇനി നിരക്ക് വർദ്ധിക്കുന്നതോടെ അത് 389 രൂപയായി ഉയരും. അങ്ങനെ 899 രൂപയുടെ റീചാർജ് പ്ലാനിന് 1007 രൂപയായും 3599 രൂപയുടെ റീചാർജ് പ്ലാനിന് 4031 രൂപയായും ഇനി നിങ്ങൾ നൽകേണ്ടി വരും. കഴിഞ്ഞ മാസം തന്നെ ഇത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് 5G സേവനങ്ങളുടെ വ്യാപനവും ഉപഭോക്താവിൽ നിന്നുള്ള ശരാശരി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കവും നിലവിലെ വിപണി സാഹചര്യവും എന്നിവയാണ്. അതിവേഗ 5G നെറ്റ്വർക്ക് രാജ്യത്തുടനീളം വ്യാപിക്കുന്നതിനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ സേവനം എത്തിക്കാനുമാണ് ടെലികോം കമ്പനികൾ വൻതോതിൽ നിക്ഷേപം തുടരുന്നത്. ഈ നിക്ഷേപ ചെലവ് തിരിച്ചുപിടിക്കുന്നതിനും ഭാവിയിലുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഇപ്പോൾ കമ്പനികൾക്കുണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഈ നിരക്ക് വർധന സംബന്ധിച്ച് ടെലികോം കമ്പനികൾ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. നിലവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നത്. എന്തായാലും ഉപഭോക്താക്കളുടെ പ്രതിമാസ മൊബൈൽ ചെലവിലും വർധനവ് ഇനി പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.